ഹലോ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ കറക്റ്റ് 12 മണിയായപ്പോൾ ആൻറ്റിമാരും ആൻറ്റീൻ്റെ മോനൊക്കെ കൂടെ എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു സർപ്രൈസ് തന്നു. അത് കഴിഞ്ഞ് രാവിലെ 7:30 ഏട്ടൻ പോകാൻ വേണ്ടി ഗേറ്റ് തുറന്ന സമയത്ത് അനിയത്തിയുടെ വക വേറൊരു സർപ്രൈസ്. പിന്നെ ഒരു 10 മണിയായപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 12 മണിയാകുമ്പോൾ നീ ഒന്ന് ടൗണിലെത്തണം, കണ്ണൂരേക്ക് വാ, നമ്മൾ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വേഗം റെഡിയായി മോനെയും കൂട്ടി ഞാൻ വേഗം നടന്ന് ഓട്ടോ പിടിക്കാൻ വേണ്ടി പോയി. ഓട്ടോ കിട്ടി നേരെ നമ്മൾ കണ്ണൂരേക്ക് വിട്ട് പോകുന്ന വഴിയിൽ മോൻ്റെ ഓരോ തമാശകളും കളികളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ഞാനും മോനും കൂടെ ഓട്ടോയിൽ കയറിപ്പോയി. അമ്മ പറഞ്ഞു ഫാമിലീൻ്റെ അടുത്താണ് എത്തേണ്ടതെന്ന്. അങ്ങനെ നേരെ ഫാമിലീൻ്റെ അടുത്തേക്ക് വിട്ട് ആടെ എത്തിയപ്പോൾ അമ്മ പറഞ്ഞു നമ്മളിങ്ങനെ അതിൻ്റെ അപ്പുറത്തുള്ള കൂൾ ബാറിലുണ്ട് ലൈം കുടിക്കുന്ന അവിടേക്ക് വന്നു. ലൈമൊക്കെ കുടിച്ച് നേരെ ഷോപ്പിങ്ങിലേക്ക് വന്ന് എത്തിയപ്പോൾ അമ്മ പറഞ്ഞു നിൻ്റെ ബർത്ത്ഡേ അല്ലേ 2 ഡ്രസ്സ് വാങ്ങിച്ചു തരാമെന്ന്. പിന്നെ ഇന്ന് അമ്മേൻ്റെ കൂടെ അച്ഛന് വരാൻ പറ്റിയില്ല. അച്ഛന് നല്ല പണിത്തിരക്കായതുകൊണ്ട് രാവിലെ വിളിച്ച് വിഷ് ചെയ്തിരുന്നു എന്നെ. അമ്മേൻ്റെ വക ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. നമുക്ക് ബിരിയാണി വാങ്ങിച്ചെന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചെന്ന് അനിയും മോനെയും അമ്മ തിരിച്ച് ഓട്ടോയിലേക്ക് കയറ്റി വിട്ട്. അവിടുന്ന് പിന്നെ അനിയത്തിയും മോനും കൂടെ കുറച്ച് സമയം കളിയെല്ലായി. അങ്ങനെ പിന്നെ നമ്മൾ ഓട്ടോയിൽ തന്നെ തിരിച്ച് വേഗം വീട്ടിലേക്ക് എത്തി. അമ്മക്കും അനിയത്തിക്കും ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് അവർ നേരെ അങ്ങോട്ടേക്കും പോയി. അമ്മ വാങ്ങിച്ചിരുന്ന ഡ്രസ്സാണത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ തന്നു. ഏട്ടൻ രാത്രി 7 മണിക്ക് വന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേഗം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അത് ആ മോളൊരു സർപ്രൈസായിട്ട് വരുന്നു. നോക്കുമ്പോൾ ഏട്ടൻ്റെ വക ഒരു വാച്ച്. അത് മോള് ഞാൻ കാണാണ്ടിരിക്കാൻ ബാക്കിലൊക്കെ പിടിച്ച് എനിക്ക് സർപ്രൈസായിട്ട് അകത്തേക്ക് വന്ന്. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. അത് കഴിഞ്ഞ് മോളത് ആ സർപ്രൈസായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തരുന്നു. അത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. കാരണം മോളുടെ സാധനം ഉണ്ടാക്കി തരുമ്പോൾ അതെനിക്ക് എത്രത്തോളം ഹാപ്പിയാണെന്നറിയാം. എനിക്ക് വേണ്ടി ഉള്ള കണ്ടെത്തിയ ആ ടൈം എങ്കിലും നമുക്ക് വേണ്ടി ഒരാൾ ഇത്രയും എഫേർട്ട് എടുത്ത് കുറച്ച് ടൈം എടുത്ത് എന്തെങ്കിലും സാധനം ആക്കി തരുമ്പം അത് അത്രയും നമുക്ക് അത്രയും വിലപ്പെട്ടതായിരിക്കും. എൻ്റെ ഈ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മോളാക്കി തന്ന ആ ഒരു ഗിഫ്റ്റാണ്. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.